എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. വേണ്ട മക്കളെ വേണ്ട എന്ന പങ്ക്തിയിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയുടെ ആശയം, ഈ വീഡിയോയുടെ വിഷയമാണ് അനുഗ്രഹീതമായ ഒരു സായം സന്ധ്യ നമ്മുടെ ഭവനങ്ങളിൽ സൃഷ്ടിക്കണം. നമ്മുടെ ദൗത്യം എന്താണ്? വേണ്ട മക്കളെ വേണ്ട എന്ന പങ്ക്തിയിലെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ എന്തുമായിരുന്നു? ആദ്യത്തെ വീഡിയോയിൽ നമ്മുടെ മക്കളെ നമ്മൾ കേൾക്കണം. രണ്ടാമത്തെ വീഡിയോ എന്തുമായിരുന്നു? വൈകുന്നേരങ്ങളിൽ മാതാപിതാക്കൾ മക്കളുമായി ചേർന്ന് തമാശകളും പൊട്ടിച്ചിരികളും വേണം, അതിനെ ഉത്തേജിപ്പിക്കണം എന്നതായിരുന്നു. ഇന്നത്തെ ഈ വിഷയം ഞാൻ എടുക്കുവാൻ കാരണം നമ്മുടെ മെയിൻ വിഷയമാണ്. പല ഭവനങ്ങളിലും പ്രയാസത്തിരിക്കുന്ന മാതാപിതാക്കൾ കാരണം അവരുടെ മക്കൾ ലഹരിക്കും വെറിക്കൂത്തിനും മറ്റ് പല രീതിയിലുള്ള മാനസികാവസ്ഥയിൽ നിന്നും മാറിയിരിക്കുകയാണ്. അവരെ ചേർത്ത് പിടിക്കാനുള്ളതായ ദൗത്യമാണിത്. വൈകുന്നേരങ്ങളിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സായം സന്ധ്യ സൃഷ്ടിക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പ്രിയ മാതാപിതാക്കളെ, ഇന്ന് പല ഭവനങ്ങളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഈശ്വര പ്രാർത്ഥന, അത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഇന്നത് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു ചടങ്ങായിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. കുട്ടികൾ തിരക്ക്, മാതാപിതാക്കൾ തിരക്ക്. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് അവർ ആ ചടങ്ങ് നിർവഹിക്കുന്നു. ആദ്യകാലങ്ങൾ എങ്ങനെയായിരുന്നു? കൃത്യമായിട്ട് 2 നേരം പ്രാർത്ഥിക്കണം, നമുക്ക് പുനരാരംഭിക്കണം. കാരണം നമുക്കറിയാമോ, നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതായ അനുഗ്രഹീതമായ വലയമുണ്ട്, രക്ഷാ കവചം. അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും ജോലിക്ക് പോയാലും എവിടെ പോയാലും ഈശ്വരൻ്റെ ഒരു കൈ അവരുടെ മേലുണ്ട്. അവരൊരിക്കലും വെറിക്കൂത്തിനോ മറ്റുള്ള മാനസികാവസ്ഥയിലോ ലഹരിക്ക് അടിമയായിട്ട് അവരൊന്നും പോവുകയില്ല. ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഭവനങ്ങളിൽ മെഴുകുതിരി കത്തിച്ച്, വിളക്ക് കത്തിച്ച്, അല്ലെങ്കിൽ നിലവിളക്ക് കത്തിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. ഏത് പല മതത്തിൽപ്പെട്ടവരായിരിക്കും നമ്മുടെ ചുറ്റുവട്ടത്തിൽ. ഖുർആൻ വായിച്ച്, ബൈബിൾ വായിച്ച്, രാമായണം വായിച്ച് പ്രാർത്ഥിക്കുന്നതായ ആ പ്രാർത്ഥന നമ്മുടെ ഭവനത്തിലും ചുറ്റുവട്ടത്തിലും അതൊരു രക്ഷാ കവചമായിട്ടിരിക്കുന്നു, ഒരു അനുഗ്രഹമായിരുന്നു. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു കവചം അവിടെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച ആ വിളക്കായിരുന്നു പടിഞ്ഞാറ് സൈഡിലുള്ളതായ മഠത്തിലുള്ളതായ അവർക്ക് ഐശ്വര്യം എന്ന് പറയുന്നുണ്ട്. കാരണം ആ ചുറ്റുവട്ടത്തിൽ നിന്ന് ഉയർന്നതായ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ, അത് ഉയരുമ്പോൾ അവിടുന്ന് ലഭിക്കുന്നതായ മനഃശാന്തി, അനുഗ്രഹം, ഇതൊന്നും പറയാൻ നമുക്ക് വാക്കുകളില്ല. പക്ഷേ ഇന്ന് തിരക്കേറിയ ജീവിതത്തിൽ ഇതൊക്കെ ഒരു ചടങ്ങായി മാറിയിരിക്കുന്നു. പല ഭവനങ്ങളിലും അത് നിന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ അനുഗ്രഹീതമായ സന്ധ്യ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ സമയം കണ്ടെത്തി കുട്ടികളുമായിട്ട് ഇരുന്ന്, തിരക്കായിക്കോട്ടെ, നമ്മൾ പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തുക. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഈശ്വരന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ആ ഉപയോഗമാണ് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് വരും. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ പോയി ജോലി ചെയ്യുമ്പോഴും അവിടെ നമുക്ക് ദൈവം തരുന്നതായ ആ കരം എന്തായിരുന്നു? നമ്മുടെ മാതാപിതാക്കൾ വൈകുന്നേരവും രാവിലെയുമുള്ള സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു ആ രക്ഷാകവചം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിച്ച് ഭവനങ്ങളിൽ ഇരുന്ന് നമ്മുടെ ഈശ്വരനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ആയതിനാൽ എല്ലാ സമയത്തും നമ്മുടെ ഭവനങ്ങളിൽ അനുഗ്രഹീതമായിരിക്കുന്നതായ ഒരു ചൈതന്യം വിളങ്ങിയിരിക്കും. നമുക്കൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ ഏത് രീതിയിൽ പോയാലും ഈ പ്രാർത്ഥനയോടുകൂടി, ഈ ധ്യാനത്തോടു കൂടിയിട്ട് നമുക്കവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നൊരു വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ് മാതാപിതാക്കൾക്ക് ഞാൻ തരുന്നത്. ആയതിനാൽ നമ്മൾ മനസ്സ് വിഷമിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഈശ്വരനോട് എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ സബലീകരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, കമൻസ് അയക്കണം. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് പെട്ടെന്ന് ഞാൻ വരാം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.